അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അബിൻ അവാഷൻ. ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ ഇപ്പോൾ 11:30 മണിയായി. 11 മണിക്ക് 10:55 എത്തിയതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ അനന്തുവിൻ്റെയും പിന്നെ വേദലക്ഷ്മി അബിൽദേവിൻ്റെയൊക്കെ പ്രസ് കോൺഫറൻസ് ഉണ്ടെന്ന് പോസ്റ്റ് കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു 7 മണിക്ക്. ഞാനും അതിൽ വരുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളെല്ലാം ആയിട്ട് എനിക്കും സംസാരിക്കണം. കാരണം ഒബ്വിയസ്ലി എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് വന്നത് ക്ലാരിറ്റി തരുക എന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ ആ പ്രസ് കോൺഫറൻസേ വന്ന് ക്യാൻസൽ ചെയ്തെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രസ് മീറ്റേ വന്ന് ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പം എന്തായിരിക്കും നിങ്ങൾ തന്നെ ആലോചിക്കുക, എന്താണ് അതിൻ്റെ ഒരു ഞാനിപ്പം കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും കൊണ്ടുവന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് എനിക്ക് ടോട്ടലി എല്ലാം കൂടെ 42,53,500 രൂപ ഇങ്ങോട്ട് തന്നു പല പല അക്കൗണ്ടിൽ നിന്നും. തിരിച്ച് ഞാൻ 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ 69,000 രൂപ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഇന്നലെയാണ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത്, മനസ്സിലായില്ല, എല്ലാം ചെക്ക് ചെയ്ത്. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരിക്കലും നമുക്ക് ഫോർജറി ഫേക്ക് കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ തരാം, അല്ലെങ്കിൽ ബാങ്കിൽ പോയി അന്വേഷിക്കും, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് നോക്കാന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് 1 രൂപ പോലും ഈ പറഞ്ഞ കണക്ക് ക്യാഷ് ആയിട്ട് തന്നിട്ടില്ല. ഇവർ ഈ പറയുന്ന കണക്ക് എനിക്ക് തന്നത് 42 ലക്ഷത്തി സംതിങ് ആയി. ഇവർ 75 ലക്ഷം രൂപയുടെ കണക്കൊക്കെയാണ് പറയുന്നത്. ഈ ട്രാൻസാക്ഷൻ ചെയ്തതിന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ബ്ലാങ്ക് ചെക്കും ബ്ലാങ്ക് ആയിട്ടുള്ള സ്റ്റാമ്പ് പേപ്പറും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് മേടിച്ച ആൾക്കാർ എനിക്ക് ഇത്രയും രൂപ ക്യാഷ് ആയിട്ട് തരുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ഒരു എവിഡൻസ് ഉണ്ടാവും, അല്ലേ? ഒരു എവിഡൻസ് ഉണ്ടാവില്ല. ചുമ്മാ എടുത്തിട്ട് ഇത്രയും രൂപ ക്യാഷ് വെക്കുന്നൊന്നും ആരും പറയത്തില്ല. ഇത്രയും രൂപ ക്യാഷ് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എവിഡൻസ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു എവിഡൻസ്, ഇന്നൊരു വ്യക്തി എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് തന്നു എന്നുള്ള ഒരു സാധനം എൻ്റെ കയ്യിൽ തന്നത് എനിക്ക് കാണിക്കണം, മനസ്സിലായില്ല? ക്യാഷ് ചുമ്മാ ഒരാൾ ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒളിച്ചു വന്നല്ലോ, അങ്ങനെയല്ലോ ചെയ്യുന്നത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണെന്നെങ്കിൽ കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള കറക്റ്റ് എന്തുണ്ടാവും, ഒരു പ്രൂഫ് ഉണ്ടാവും, ഒരു ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടാവും. അതൊന്ന് കാണിക്കാൻ വേണ്ടി പറയാം. കാരണം ഇത് 1-2 രൂപയില്ല, അവർക്ക് 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ വേദലക്ഷ്മിക്ക് എന്തോ ഞാൻ 8 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് എന്തിന്റെ കണക്കാണ് എനിക്ക് അറിഞ്ഞൂടാ. അബിൽദേവ് പറഞ്ഞിട്ട് 4 ലക്ഷം രൂപ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിൽ 1 ലക്ഷം രൂപ ഇത് 1 ലക്ഷം രൂപ RTGS പിന്നെ 4 ലക്ഷം രൂപ നെഫ്റ്റും ആണ് ചെയ്തിരിക്കുക. അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, ഞാൻ ധൈര്യത്തോടെ ഞാൻ ഇവിടെ വന്ന് പ്രസ് മീറ്റ് ഫേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് എന്തുകൊണ്ട് അവർ വന്നില്ല? ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവർ പ്രസ് മീറ്റിന് വരുന്നെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല നിങ്ങൾ തന്നെ ആലോചിക്കുക. പിന്നെ അവർ പോയിട്ട് കണ്ട ചാനൽസിൽ മൊത്തം പോയി പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് എഗൻസ്റ്റ് ആയിട്ട്. പിന്നെ ആ വീഡിയോസ് ഞാൻ ഇപ്പോഴും നേരത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞ കണക്ക് ആ വീഡിയോസ് എൻ്റെ കരിയർ, എൻ്റെ ഫാമിലി ലൈഫ് ഇതെല്ലാം സ്പോയിൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങൾ ചെയ്യുമെന്ന് മുന്നേ. എന്ന് വെച്ചാൽ ഈ സംഭവം എൻ്റെ അടുത്ത് മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു, നിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അത് വേണം. ഇവരുടെ ആവശ്യം എന്ന് വെച്ചാൽ കാശ് തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ലീഗില് വാ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രസ് മീറ്റ് വരുന്നു, ഞാൻ ഇവിടെ എല്ലാം വരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? നിങ്ങൾക്ക് വന്നൂടെ? ഞാൻ ചോദിക്കാം, ഞാൻ സിംപിളി ചോദിക്കാം, നിങ്ങൾക്ക് വന്നൂടെ? ഇന്നിപ്പോൾ അനന്തുവിന്റെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നാണ്ടാ, കണ്ട? എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്റെ ഫാമിലി ലൈഫിൽ കയറി കളിച്ച് ഫാമിലി ലൈഫ് നശിപ്പിക്കണമെന്നുള്ള ഇന്റൻഷനിലാണ് എന്ത് ചെയ്യുന്നത്. എന്റെ വൈഫിനെ വരെ ഓരോന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ടു. എന്താണ്ട് ആ വീഡിയോ ആണ് ഇത്, മനസ്സിലായില്ലേ? എന്ത് ഇന്റൻഷനിലാണ് ഇത്? നിങ്ങൾക്ക് കാശാണ് വേണ്ടത്. ഞാൻ വന്നില്ലേ, ട്രാൻസാക്ഷൻ കാര്യങ്ങൾ കൊണ്ടുവന്നില്ലേ? നിങ്ങൾക്ക് തരമുണ്ടെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത്. പിന്നെ അന്ന് നിങ്ങൾ ഇതേപോലെ വീഡിയോസ് എല്ലാം എടുത്ത് നിങ്ങൾ ആ വീഡിയോസ് കറക്റ്റ് അന്ന് എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞോ, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ഇതേപോലെ റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. അന്ന് ഞാനിത് പറയാതിരുന്നത് എനിക്ക് പൊളിറ്റിക്കലി എനിക്കൊരു സീറ്റ് തരാമെന്ന് പറഞ്ഞത് കൊണ്ടും എൻ്റെ ഒരു കരിയർ ബേസ് ചെയ്തിട്ടും പിന്നെ എൻ്റെ ഫാമിലി ലൈഫ് ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യായിരുന്നത്. പേടിച്ചിട്ടാണ് ആ വീഡിയോസ് ഞാൻ ചെയ്യേണ്ടി വന്നത്, മനസ്സിലായില്ല? ഞാൻ സെൽഫായിട്ട് എൻ്റെ അടുത്ത് വീഡിയോ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതാ, മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പൊ അവന്മാർ ആ പണി തുടങ്ങിയപ്പോൾ എനിക്കിനി ഒന്നും നോക്കാനില്ല. ഞാൻ കറക്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളടുത്ത് പറയാം, മനസ്സിലായില്ലേ? ഒന്നുമില്ല. ഒരു പ്രസ് മീറ്റ് വിളിക്ക്, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് നമുക്ക് സംസാരിക്കാം. എല്ലാ മീഡിയസും, മെയിൻ സ്ട്രീം ചാനൽസും, നമ്മുടെ സോഷ്യൽ മീഡിയാസും എല്ലാ മീഡിയാസും വന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന്, ഞാൻ ഫേസ് ടു ഫേസ് ഇരുന്ന് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച്, നിങ്ങൾക്ക് കാശാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് ഓരോരുത്തരും പോയിട്ട് നിങ്ങൾ അത് പറയുന്നത് ഇത് പറഞ്ഞാൽ ഇവൻ വന്ന് ആവശ്യമില്ലാതെ എന്റെ ഫാമിലി ലൈഫിലെ കാര്യം വരെ എന്ത് ചെയ്യുന്നു ഇതിലെടുത്തിട്ട്. എന്താണ് നിങ്ങൾ ഉദ്ദേശം? ആക്ച്വലി അവര് വെച്ച പ്രസ് മീറ്റാ എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നത്. ഞാനിവിടെ വന്നത് എന്നെ പറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഫുൾ എവിഡൻസ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ഈ പറഞ്ഞ കണക്ക് കറക്റ്റ് ആയിട്ടുള്ള കാശ് കൊടുക്കാനുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ അക്കൗണ്ട് അതാ പറഞ്ഞ ഫുൾ ഇത് ഇത്രയും ഞാൻ ഇതിന്റെ 4-5 കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നത്, മനസ്സിലായില്ലേ? PDF ആക്കിയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് എന്റെ പേജിൽ ഞാനിത് ഒരു കമന്റിൽ ഞാനിത് പിൻ ചെയ്യാനും പോവുക ഡ്രൈവിൽ, മനസ്സിലായില്ല? ആർക്ക് വേണമെങ്കിലും എടുത്ത് ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്നെ തോന്നില്ലേ ഇത് ഒരാളിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് തോന്നില്ലേ? ഞാൻ ചോദിക്കുക.
നമ്മളൊക്കെ മനുഷ്യരല്ലേ? നിങ്ങൾക്കത് ഒരാളിനെ പർപ്പസ്ഫുള്ളി തകർക്കണമെന്നുള്ള ഇന്റൻഷനാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അല്ല ഞാൻ ചോദിക്കും, കാശിന്റെ ആവശ്യമാണെങ്കിൽ ഇങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്? ഞാനിവിടെ വരുന്നു, ഇത് സംസാരിക്കുന്നു, ഇവർക്ക് ഇത് വേണമെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ഇട്ടിരുന്നു, 7 മണിയായപ്പോൾ ഞാൻ ഇട്ടിരുന്നു, ഞാൻ ഇതേപോലെ വരുന്നുണ്ട് വിത്ത് ഓൾ എവിഡൻസ്, ഞാൻ വരുന്നുണ്ട്, നമുക്ക് നേരത്തെ ഇന്ന് സംസാരിക്കുന്നു പറഞ്ഞിട്ട് അവരത് ക്യാൻസൽ ചെയ്തു. നിങ്ങളെല്ലാം ഇവിടെ വന്നതല്ലേ? നിങ്ങൾ ഇത്രയും മീഡിയസ് ഇവിടെ വന്നിട്ടുണ്ട്, അവരെവിടെ? ഞാൻ ചോദിക്കുന്നത് കറക്റ്റ് അല്ലേ? ഈ 8 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ 8 ലക്ഷം ഇല്ല, 4 ലക്ഷം രൂപ, 3 ലക്ഷവും പിന്നെ ഒരു 4 ലക്ഷം രൂപ, അല്ല 1 ലക്ഷം രൂപയാണ് എനിക്ക് തന്നത്. 4 ലക്ഷം രൂപ ടോട്ടൽ തന്നിട്ടുള്ളൂ. അത് കറക്റ്റ് എനിക്ക് അയച്ചു തന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്, മനസ്സിലായില്ലേ? ആ ഡീറ്റെയിൽസ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അല്ലെങ്കിൽ അവരുടെ അടുത്ത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറയാം. പിന്നെ ക്യാഷ് ആണ് തന്നതെന്നുണ്ടെങ്കിൽ ക്യാഷിന്റെ എവിഡൻസ് കാണിക്കാൻ പറയാം. റോബിന്റെ കയ്യിൽ വേദിലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി 4 ലക്ഷം രൂപ ക്യാഷ് തന്നതായിട്ട് കാണിക്കാൻ പറയാം. ഞാൻ ജസ്റ്റ് ചോദിക്കാം, 1 മിനിറ്റ്. വേദിലക്ഷ്മിയുടെ അടുത്ത് വേണ്ട, 1 മിനിറ്റ്, ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. വേണ്ട, 3 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയും എനിക്ക് വേദിലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് അയച്ചത്. താങ്ക് യു. RTGS ക്രെഡിറ്റ് ആകുമ്പോൾ പറയുന്നത് നെഫ്റ്റ് അവാസ് RTGS ഈ സാധനമാണ് അവർ ചെയ്തിരിക്കുന്ന. പിന്നെ ഈ പെങ്കൊച്ച് പറഞ്ഞ കണക്ക്, 1 മിനിറ്റ്, ഇവരാണ് എൻ്റെ അടുത്ത് വേണ്ട ധന്യ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്, ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞത്? കണ്ട, ധന്യ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞത്? ട്രാൻസ്ഫർ കണ്ട, മനസ്സിലാവുന്നുണ്ടോ? ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരയച്ചെന്ന്. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഇനി ഈ 8 ലക്ഷത്തിന്റെ കണക്ക് എനിക്ക് 4 ലക്ഷം രൂപ അയച്ചു തന്നിട്ടുണ്ട്. അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 4 ലക്ഷം രൂപ എനിക്ക് ക്യാഷ് ആണെങ്കിൽ, പൊട്ടന്മാരല്ലല്ലോ 4 ലക്ഷം രൂപ ചുമ്മാ എടുത്ത് കൊടുക്കാൻ. കാണിച്ചാ എവിടെയാണ് നിങ്ങൾ തന്നെ ഡിജിറ്റൽ എവിഡൻസ് കാണിച്ചാ? എന്റെ കയ്യിൽ 4 ലക്ഷത്തിന്റെ എത്ര നോട്ടുണ്ടോ അതെനിക്ക് തന്നതായിട്ടുള്ള എവിഡൻസ് കാണിച്ചാ? എന്നിട്ട് 4 ലക്ഷം രൂപ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നു, മനസ്സിലായില്ലേ? എന്റെ കയ്യിൽ നിന്ന് കുറെ, എന്റെ വൈഫിന്റെ കയ്യിൽ നിന്ന് കുറെ ബ്ലാങ്ക് ഇത് എന്താണ് ചെക്കും, പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്താണ് നമ്മുടെ സ്റ്റാമ്പ് പേപ്പറും കാര്യങ്ങളെല്ലാം ഈ അബിൽദേവ് എന്ത് ചെയ്തിട്ടുണ്ട്? മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ റെക്കോർഡിങ്, ഈ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്ത് അന്ന് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതെല്ലാം എടുത്ത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചത് എന്താണ് ഇവരുടെ ഇന്റൻഷൻ? ഇവർക്ക് ഫണ്ടാണോ ഇവരുടെ ഇന്റൻഷൻ? അല്ല, എനിക്ക് അറിയില്ല, പർപ്പസിൽ എന്നെ തകർക്കാൻ പറ്റും. ഇനി ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് അറിയുന്നില്ല. ഇവരെന്താണ് ഇതിന്റെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇന്റൻഷൻ എന്നുള്ളത്. ഞാൻ ഇതിനെല്ലാം റെഡിയാണ്, ലീഗലി പോകുന്ന റെഡിയാണ്. ഇവിടെ വന്ന് സംസാരിക്കാനാണെങ്കിൽ അതിനും വന്നു. ഒന്നിനും നിങ്ങൾ ഇത്രയും പേര് വന്നില്ല മീഡിയാസ്, നിങ്ങളെല്ലാം പൊട്ടന്മാരല്ലേ ആക്കിയത് ഇവര്? ഞാൻ ചോദിക്കാം, നിങ്ങളെല്ലാം പൊട്ടന്മാരല്ലേ ആക്കിയത്? മീൻസ് എനിക്ക് തന്ന ഈ 42 ലക്ഷത്തി ഇത്രയും രൂപ, 1 മിനിറ്റ്, 42,53,500 രൂപയിൽ 10 ലക്ഷം രൂപ എന്റെ വൈഫിന്റെ അക്കൗണ്ടിലാണ് വന്നത്. 5 ലക്ഷം വീതം, മനസ്സിലായില്ലേ? അതിൽ നിന്ന് അതല്ല, ബാക്കിയെല്ലാം എനിക്കാണ് അയച്ചു തന്നിരിക്കുന്നത്. ഞാൻ അവർ പറയുന്ന അക്കൗണ്ടിലേക്കോ എന്ത് ചെയ്തു അതെല്ലാം എനിക്ക് ഓരോന്നായിട്ട് അയച്ചു തന്നത്, എല്ലാ ഡീറ്റെയിൽസ് ഞാൻ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പർപ്പസ്ഫുള്ളി അല്ലേ എനിക്ക് ചെയ്യുന്നത്? ഞാൻ ഇന്ന് ഇവരുമായിട്ട് ഡയറക്റ്റ് കണ്ട് മീറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇത് എന്താ ഫീൽ ചെയ്യുന്നത്? എന്നെ ടാർഗറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ ഓൾറെഡി കേസ് കൊടുത്തു, അവര് വരുന്നില്ല. രണ്ടാമത് അവര് പോയി കേസ് കൊടുത്ത് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പോയി. ഇവിടെ പ്രസ് മീറ്റിന് അവര് വെച്ച പ്രസ് മീറ്റിന് ഞാൻ വന്നു, ഇവിടെ കാണുന്നില്ല. ഞാൻ എന്ത് പറയാനാ? ഞാൻ എന്താ പറയേണ്ടത് ഇത്? അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്നെ പ്രൊവോക്ക് ചെയ്യുക. മേ ബി അടുത്ത ബിഗ് ബോസ് വരുന്നുണ്ട്, മനസ്സിലായില്ലേ? എന്നെ വെച്ച് ഇനി കുറെ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ അവർക്ക് ഫെയിം ആണോ ആവശ്യം? അവർക്ക് ഇത് സെറ്റിൽ ചെയ്യാനാണോ ആവശ്യം? എന്താണെന്നൊന്നും ഇല്ലല്ലോ. എന്താണ് ഇവിടെ എനിക്ക് പരിചയമുണ്ട് ബ്രോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആക്ച്വലി ഞാൻ പിന്നീട് ആലോചിക്കുന്നത്, ഈ പെൺകുട്ടി 2019 എപ്പോഴും എനിക്ക് ഒരു പ്രാവശ്യം മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഹായ് ഡോക്ടർ എന്ന് പറഞ്ഞ്. ഇങ്ങോട്ട് എന്ത് ചെയ്തു? ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സ്റ്റോറി കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, മനസ്സിലായില്ലേ? അതെന്തോ മാട്രിമോണി അക്കൗണ്ടിലേക്ക് ഇതുണ്ട്, എനിക്ക് വാട്സാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്തോ ചെക്ക് ചെയ്തു. അത് പിന്നെ വേറെ ഒന്നുമില്ല, അത്രയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2025 ഈ അബിൽദേവിന്റെ കൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കുട്ടിയെ കാണുന്നത്. അല്ലാതെ എനിക്ക് അറിയത്തില്ല, മനസ്സിലായില്ലേ? പാർട്ടിയുടെ പേരൊക്കെ പറഞ്ഞു. ആ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഞാൻ ചോദിക്കുക, ഫണ്ടിന്റെ ആവശ്യമാണ്, ക്യാഷിന്റെ ആവശ്യമാണ്, എന്തിനാണ് ഈ BJP പാർട്ടി ഇതിനൊക്കെ ഇതിൽ പിടിച്ചിരുന്നത്? ഞാൻ ചോദിക്കുക, അതെന്താണ് അവരോട് ചോദിക്കുക? അപ്പൊ എന്റെ കരിയർ നശിപ്പിക്കുക, എന്റെ ഫാമിലി ലൈഫ് നശിപ്പിക്കുക, കംപ്ലീറ്റ്ലി ഞാനെന്ന് പറഞ്ഞ മനുഷ്യനെ ഇല്ലാണ്ടാക്കുക, അതല്ലേ ഇന്റൻഷൻ? അല്ല, ഞാൻ ചോദിക്കുക, ഇതാണ് ഫണ്ടാണ് ആവശ്യമെങ്കിൽ അങ്ങനെയല്ലല്ലോ? ഉറപ്പായിട്ടും പിന്നെ അല്ലാതെ നിങ്ങൾ തോന്നില്ല. ഇന്നിപ്പം പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട്, അവര് വെച്ച പ്രസ് മീറ്റ് ബ്രോ എന്താ പറഞ്ഞ, കുറച്ച് 15 മിനിറ്റ് മുന്നേ ക്യാൻസൽ ചെയ്തു. ഇവിടെ വരുന്നതിന് 15 മിനിറ്റ് മുന്നേ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അവര് ഇവിടെ അന്വേഷിച്ചപ്പോൾ 15 മിനിറ്റ് മുന്നേ ക്യാൻസൽ ചെയ്തു. എന്തുകൊണ്ട് ചെയ്തു? അല്ല, കൗമുദി ചാനലൊക്കെ വരുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല ബ്രോ, ഞാൻ എന്ത് പറയാം? ഞാൻ സാധാരണ ഇൻഡിവിജ്വൽ അല്ലേ. എന്റെ ഫാമിലി ലൈഫ്, എന്റെ കരിയർ, എന്നെ കംപ്ലീറ്റ്ലി ടാർഗറ്റ് ചെയ്ത് ഡെയിലി ഓരോന്ന് പോയി അവർ പബ്ലിസിറ്റിക്ക് വേണ്ടി വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവിടെ മെയിൻ സ്ട്രീം ചാനൽസിൽ അവിടെ ഇവിടെ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. എന്തിനാണ് കൊടുക്കുന്നത്? എനിക്ക് അറിയത്തില്ലെന്ന്, എനിക്കത് അറിയത്തില്ല. എനിക്കിതൊക്കെ പുതിയ കാര്യം ഇങ്ങനെയാ.
റോബിനെ ടാർഗറ്റ് ചെയ്യാൻ എന്താണെന്ന് അല്ല എനിക്കതാണ് അറിയാൻ വയ്യാത്ത എന്തിനാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് പേടിച്ചാണ് ആ വീഡിയോസ് പോലും ഞാൻ എന്ത് ചെയ്തത് അന്ന് ചെയ്ത് കൊടുക്കേണ്ടി വരും. കണ്ടില്ലേ അന്ന് ഞാൻ ഒരു ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. അന്ന് ഞാൻ ആക്ച്വലി ചെയ്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്നെ പറ്റി ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സീറ്റ് കിട്ടുമോ? എൻ്റെ കരിയർ നശിപ്പിച്ചില്ലേ? ഞാൻ പേടിച്ചിട്ടാണ് അന്ന് ഈ വീഡിയോസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി. വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വിട്ടത് ഒരു പൊളിറ്റിക്കൽ പിന്നെ ഒബ്വിയസ്ലി അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ വോയിസ് ക്ലിപ്പ് എന്തിനാ പുറത്തു വിടുന്നത്? ഇപ്പൊ കാശിന്റെ കാര്യമാണെങ്കിൽ എന്തിനാ എന്റെ ഫാമിലിനെ എന്തിനാ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നത്?